തൻ്റെ സൃഷ്ടികളോടുള്ള നമ്മുടെ കർത്താവിൻ്റെ വലിയ സ്നേഹത്താൽ തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തക്കവണ്ണം തിരുഹിതം തോന്നിയ സ്വർഗസ്ഥ പിതാവിനും തൻ്റെ സൃഷ്ടിക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെടിഞ്ഞ് പിതാവാം ദൈവത്തിൻ്റെ സ്വർഗീയ സ്നേഹം ഈ ഭൗമിക സഭയിൽ വെളിപ്പെടുത്തിയ നമ്മുടെ കർത്താവായ യേശു മിശിഹായിക്കും ആ സ്വർഗീയ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ തൻ്റെ മക്കളെ അനുദിനം പ്രേരിപ്പിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവിനും മുന്നമേ നമുക്ക് സ്തുതിയും വന്ദനവും ആരാധനയും കരയേറ്റാം. JC ന്യൂസിൻ്റെ അനുഗ്രഹീതരായിരിക്കുന്ന പ്രവർത്തകർ നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നമുക്ക് വേണ്ടിയിട്ടുള്ള കഷ്ടാനുഭവങ്ങളെ അനുസ്മരിക്കുന്ന ഈ അനുഗ്രഹീത നാളുകളിൽ രക്ഷകൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ നിവർത്തിക്കുന്ന എല്ലാ സേവനങ്ങളെയും ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന നന്ദിയോടുകൂടെ ഓർക്കുകയും ആ കുഞ്ഞുങ്ങളുടെ സമർപ്പണത്തെ ഒത്തിരി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നമുക്ക് വേണ്ടിയിട്ടുള്ള കഷ്ടാനുഭവങ്ങളിലേക്കും പരിശുദ്ധ പെസഹായുടെ അനുഭവത്തിലേക്കും സ്കീപ്പൂസായുടെ ആ വലിയ നാളുകളിലേക്കും എല്ലാറ്റിലും ഉപരിയായി നമുക്ക് മഹാസന്തോഷവും രക്ഷയും വരുത്തിയ പരിശുദ്ധ ഉയർപ്പിൻ്റെ നാളുകളിലേക്കും അടുക്കുവാൻ തക്കവണ്ണം ദൈവമക്കൾ വ്രതശുദ്ധിയോടും നോമ്പോടും പ്രാർത്ഥനയോടും കൂടെ ഒരുങ്ങുന്ന ഈ സുദിനങ്ങളിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിറപടിയായി നമ്മുടെ മേൽ ആവസിച്ച് കർത്താവിൻ്റെ ആ അനുഗ്രഹീത നമുക്ക് വേണ്ടിയിട്ടുള്ള മനുഷ്യാവതാര പ്രവർത്തനങ്ങളെയെല്ലാം അനുസ്മരിച്ച് സായുജ്യം പ്രാപിക്കുവാൻ ദൈവം നമുക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യനെക്കുറിച്ചുള്ള സർവശക്തൻ്റെ അന്വേഷണം ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. സൃഷ്ടിയുടെ ആരംഭത്തിങ്കിൽ തന്നെ തൻ്റെ അനുസരണത്തിൽ നിന്ന് വ്യതിചലിച്ച ആ മനുഷ്യനെ അന്വേഷിച്ചുകൊണ്ട് ഏദൻ്റെ പർദീസായിൽ സൃഷ്ടികളുടെ ഉടയവൻ താഴ്ന്നിറങ്ങി വന്നു. ആദമേ ആദമേ നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ആ മനുഷ്യാന്വേഷണം കാലാകാലങ്ങളിൽ താൻ നിയമിച്ചാക്കിയ തൻ്റെ ശ്രേഷ്ഠരായിരിക്കുന്ന വിശ്വസ്തന്മാർ വഴിയായി ദൈവം തുടർന്നുകൊണ്ടിരുന്നു. അബ്രഹാമിൽ സർവശക്തനായ ദൈവം ആ വിശ്വാസം കണ്ടിട്ട് അവനെ വിളിച്ച് വേർതിരിച്ച്, കൽദയരുടെ ഊരിൽ നിന്ന് അവനെ വിളിച്ച് വേർതിരിച്ച്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുക എന്ന് കൽപ്പിച്ചുകൊണ്ട് അവനെ വിളിച്ച് വേർതിരിച്ചപ്പോൾ ആദിമ മനുഷ്യൻ നിവർത്തിച്ച അനുസരണക്കേടിന് പ്രതിപകരമായി ദൈവം തൻ്റെ ദാസനായിരിക്കുന്ന അബ്രഹാമിൽ കൂടി വലിയ അനുസരണം അവിടെ നമുക്ക് കാണിച്ചു തന്നു. തൻ്റെ പൊന്നോമകനുമായ ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ തക്കവണ്ണം ദൈവം അവനോട് കൽപ്പിച്ചപ്പോൾ അതിനെ അനുസരിച്ചുകൊണ്ട് ആ മഹാത്യാഗം ചെയ്യുവാൻ അനുസരണത്തിൻ്റെ ഉദാഹരണമായി സർവശക്തനായ ദൈവത്തിൻ്റെ വിശ്വസ്തനായ അബ്രഹാം പരിണമിച്ചു. അതേ മാതൃക പിന്തുടർന്നുകൊണ്ട് അവിടുത്തെ മകനായിരിക്കുന്ന യൗസേഫ് പിതാവ് മിസ്രൈമിൽ വെച്ച് തൻ്റെ സഹോദരന്മാർ തനിക്ക് ചെയ്ത സകല ദ്രോഹത്തെയും
തന്നോട് ചെയ്ത സകല അപരാധത്തെയും ഓർക്കാതെ, അല്ലെങ്കിൽ യോസേഫിൻ്റെ മുമ്പിൽ പകച്ചു നിന്ന തൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ ഇപ്രകാരം ആ പിതാവ് ക്ഷമയുടെ മാതൃകയായി നിന്നു. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വചനഭാഗങ്ങളിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിഷമിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്ന ഈ പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇവിടേക്ക് അയച്ചതാകുന്നു എന്ന് കൽപ്പിച്ചുകൊണ്ട് ആ പിതാവ് ക്ഷമയുടെ വലിയ മാതൃക നമുക്ക് കാണിച്ചു തന്നു. കർത്താവ് തൻ്റെ ദാസന്മാരിൽ കൂടി തൻ്റെ ജനത്തെ അഭ്യസിപ്പിക്കുവാൻ ഒത്തിരി അവിടുന്ന് തൻ്റെ ദാസന്മാരെ ഉപയോഗിച്ചു. യെശയ്യാ പ്രവാചകനെ ദൈവം വിളിച്ച് വേർതിരിച്ചപ്പോൾ പ്രവാചകൻ ജനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പെറ്റു വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. കർത്താവിൻ്റെ ഇഷ്ടത്തിൽ നിന്നുള്ള അകൽച്ച ആ നാളുകളിൽ ഒത്തിരി അവിടത്തേക്ക് ഹൃദയഭേദകമായിരുന്നു. തൻ്റെ കഴുത്തിൽ നുകം വെച്ചും തൻ്റെ കാലിൽ ചെരുപ്പിടാതെയും ജനത്തിൻ്റെ മധ്യേ നടന്നുകൊണ്ട് പിതാവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രസംഗിച്ചവനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ. സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വീണ്ടെടുപ്പിൻ്റേതായിരിക്കുന്ന പ്രക്രിയ 66 അധ്യായങ്ങളുള്ള ആ അനുഗ്രഹീത ഗ്രന്ഥത്തിൽ കൂടെ അവരെ അഭ്യസിപ്പിക്കുകയായിരുന്നു. എത്രയെത്ര പ്രതികൂലങ്ങൾ നേരിട്ടാലും അതിനെ അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപയെ ഭാഗ്യവാനായിരിക്കുന്ന പ്രവാചകൻ അവരുടെ മുമ്പിൽ വരച്ചു കാട്ടി. ഇപ്പോഴോ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ, നീ ഭയപ്പെടേണ്ട. നീ വെള്ളത്തിൽ കൂടെ നടന്നാൽ വെള്ളം നിൻ്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടെ നടന്നാൽ നീ വെന്തുപോവുകയില്ല. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ഞാൻ നിൻ്റെ രക്ഷകനാകുന്നു എന്ന് 43-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനഭാഗങ്ങളിൽ കൂടി കൽപ്പിച്ച് പ്രവാചകൻ അവരെ അറിയിച്ചു. തൻ്റെ സൃഷ്ടിയെ മാടി വിളിക്കുന്ന കർത്താവിൻ്റെ സ്വരം പ്രവാചകൻ അവർക്കായി കേൾപ്പിച്ചു കൊടുത്തു. വീണ്ടും യെരമ്യായിലേക്ക് വരുമ്പോൾ യെരമ്യാ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 23-ാം വചനഭാഗത്തിൽ അവിടെ പ്രവാചകൻ ഒറ്റ സംഗതി മാത്രമേ തൻ്റെ സൃഷ്ടിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. അത് വെളിപ്പെടുത്തുകയാണ്. താഴ്വരയിൽ നിൻ്റെ വഴിയെ അറിയുക, നീ ചെയ്തതിനെ മനസ്സിലാക്കുക. വ്യക്തമായും ഒരു സ്വന്തമായിരിക്കുന്ന അവനവനിലേക്കുള്ള ഒരു ആഴ്ന്നിറങ്ങലാണ് പ്രവാചകൻ അതുകൊണ്ട് നമുക്കായി ഉപദേശിച്ചു തന്നത്. കരയുന്ന ദീർഘദർശി എന്ന് നാമകരണം ചെയ്യപ്പെട്ട് ദൈവജനത്തിൻ്റെ വേദനയ്ക്ക് വേണ്ടി, അയ്യോ എൻ്റെ കണ്ണുനീരും അതുപോലെ തന്നെ എൻ്റേതായിരിക്കുന്ന ദേഹം മുഴുവനും സർവശക്തനായ ദൈവമേ അത് വികലമാക്കപ്പെട്ടിരുന്നു എന്ന് വരികിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുമായിരുന്നു എന്ന് പ്രകാരം അലമുറയിട്ട് കരഞ്ഞ് യെരമ്യാ പ്രവാചകൻ തങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയോട് ഉദ്ബോധിപ്പിക്കുകയായിരുന്നു. വാത്സല്യ സഹോദരങ്ങളെ, ഇതെല്ലാം നിഴലായ പഴയ നിയമത്തിൽ ദൈവം നമുക്ക് വേണ്ടി നിവർത്തിച്ചതാണ് എന്ന് വരികിൽ വീണ്ടും
ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. യോവേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 13-14 വചനഭാഗങ്ങളിൽ പ്രവാചകൻ രേഖപ്പെടുത്തുകയാണ്, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുവീൻ എന്നുള്ള ആഹ്വാനം നിവർത്തിക്കുമ്പോൾ അനുതാപത്തിൻ്റെ ആ വലിയ അംശം സൃഷ്ടിയിൽ ഉണ്ടാകുവാനുള്ള ദൈവത്തിൻ്റെ ആ വലിയ ആഗ്രഹത്തെ പ്രവാചകന്മാർ സൂചിപ്പിക്കുകയായിരുന്നു. എന്നാൽ പൂർണ്ണതയുടെ പര്യായമായിരിക്കുന്ന പുതിയ നിയമത്തിൽ ഞാനിങ്ങനെ ഓർത്തു പോകുകയായിരുന്നു. ഒരവസരത്തിൽ ഞാനൊരു ഒരു ഒരു സപ്ലിമെൻ്റിൽ ഒരു മനുഷ്യൻ്റെ പൂർവ്വചരിത്രം അദ്ദേഹം എഴുതിയതും അദ്ദേഹം ഇപ്പോൾ എന്തായിരിക്കുന്നു എന്നുള്ളത് എഴുതിയതുമൊക്കെ വായിച്ചത് ഓർക്കുന്നു. മറ്റൊന്നുമല്ല, യൂറോപ്പിൽ സെൻറ്റ് ലൂയിസ് സിംഫണി ഓർക്കസ്ട്ര എന്ന് പറയുന്ന ആ ഒരു വലിയ കമ്പനി ഉണ്ടായിരുന്നു. അവരുടെ ദൗത്യമെന്ന് പറയുന്നത് ഹോട്ടലുകളിലും അതുപോലെയുള്ള സ്ഥാപനങ്ങളിലും ചെന്ന് മനുഷ്യൻ്റെ മൃദുല വികാരത്തെ വിജൃംഭിപ്പിക്കുന്ന ആ അശ്ലീല ഗാനങ്ങളും അവസ്ഥകളും അവിടെ അവതരിപ്പിച്ച് അത് മുഖാന്തരം അവരുടേതായിരിക്കുന്ന ആ ട്രൂപ്പിന്, അവരുടേതായിരിക്കുന്ന ആ സംഘത്തിന് ഉള്ള അവസ്ഥ ക്രമീകരിക്കുന്ന ഒന്നായിരുന്നു. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോൾ ഒരു മനുഷ്യൻ രാവേറെ ചെന്നു, വെളുപ്പിന് 3:30 മണി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരുന്നത്, ഫുട്പാത്തിൽ നിന്നുകൊണ്ട് ഒരു ഗിത്താർ വായിച്ചുകൊണ്ട് ദൈവസ്തുതി പരങ്ങളായിരിക്കുന്ന ഗീതങ്ങൾ പാടി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച അവർ കാണുകയുണ്ടായി. ട്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങളും മുന്നോട്ട് പോയി. നീലെന്ന് പറയുന്ന സഹോദരൻ മാത്രം അവിടെ ശേഷിച്ചു. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ആ പാട്ട് കേട്ടുകൊണ്ട് അദ്ദേഹം ഇരുന്നു. സ്വതവേ ഗിത്താറിസ്റ്റായ നീലിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് പ്രചോദനകരമായിരുന്നു. എന്നാൽ ആ പാട്ടിന് ശേഷം ആ മനുഷ്യൻ തിരുവചനങ്ങളുടെ പുസ്തകം നിവർത്തി ഇപ്രകാരം വായിച്ചു. മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം വചനം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവീനെന്ന് ദാഹത്തോടുകൂടി ദാഹാർത്തനായി തൻ്റെ സൃഷ്ടിയെ തന്നിലേക്ക് മാടി വിളിക്കുന്ന രക്ഷകൻ്റെ സ്വരം നീലിൻ്റെ കർണപുടത്തിൽ പതിയുകയുണ്ടായി. ദീർഘിപ്പിക്കുന്നില്ല, അതിൻ്റെ അവസാനം ഇപ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിരുന്നു. ആ മനുഷ്യന് അന്ന് ഉറങ്ങുവാൻ സാധിച്ചില്ല. ആ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. തൻ്റെ കുറവുകളെക്കുറിച്ച് അദ്ദേഹം ബോധവാനായിരുന്നു. താൻ നിവർത്തിച്ചുകൊണ്ടിരുന്നതെല്ലാം ദൈവനിഷേധങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കിയ ആ സഹോദരൻ, ഇനിമേലിൽ എൻ്റെ വായുകൾ എൻ്റെ കർത്താവിനെ ഉപദ്രവിക്കുന്ന അവസ്ഥകൾക്ക് വേണ്ടി ഞാൻ തുറക്കുകയില്ല. എനിക്ക് ദൈവം തന്നിട്ടുള്ള കൈകളെ, എനിക്ക് തന്നിട്ടുള്ള താലന്തുകളെ ഒരിക്കലും എൻ്റെ കർത്താവിൽ നിന്ന് ആളുകളെ അകറ്റുന്നതായിട്ടുള്ള അവസ്ഥകൾക്ക് വേണ്ടി ഞാൻ വിനിയോഗിക്കുകയില്ല എന്ന് ഇപ്രകാരം ആണയിട്ടുകൊണ്ട് അതേ ഒരു പുതുമനുഷ്യനായി തീർന്ന പരിശുദ്ധനായ അപ്പോസ്തലൻ ഇപ്രകാരം നമ്മോട് കൽപ്പിച്ചറിയിച്ചതുപോലെ, പഴയതോ കഴിഞ്ഞുപോയി, ഞാൻ പുതിയൊരു സൃഷ്ടിയായി തീർന്നിരിക്കുന്നു എന്ന അനുഭവത്തിലേക്ക് വന്നു ചേർന്ന നീലിനെയാണ് അവിടെ കാണുവാൻ സാധിച്ചത്. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ഈ പരിപാവനമായിരിക്കുന്ന നൊയമ്പിൻ്റെ ആ എല്ലാ അനുഷ്ഠാനങ്ങളും നിവർത്തിച്ചുകൊണ്ട് വ്രതശുദ്ധിയോടുകൂടി നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലേക്കും അതുവഴി പരിശുദ്ധ പെസഹായുടെ അനുഭവത്തിലേക്കും സ്കിപൂസായിലേക്കും മഹത്തരമായിരിക്കുന്ന ഉയർപ്പിൻ്റെ പരിശുദ്ധ പെരുന്നാളിലേക്കും നാം കടന്നു വരുമ്പോൾ നാം ഓർക്കണമേ,
ഇത് സർവശക്തനായ തൻ്റെ സൃഷ്ടിയോടുള്ള സ്നേഹത്തിൻ്റെ മഹാവലിയ പ്രകടനമായിരുന്നു ആ ക്രൂശിന്മേൽ നാം ദർശിച്ചത്. തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വയ്ക്കുന്നതിനേക്കാൾ വലുതായ സ്നേഹമില്ല എന്ന് അവിടുന്ന് കൽപ്പിച്ചരുളി ചെയ്ത് സ്നേഹത്തിൻ്റെ ഉദാത്ത ഉദാഹരണമായി തീർന്നു, അനുസരണത്തിൻ്റെ ഉദാത്ത ഉദാഹരണമായി തീർന്നു. ഇതാ അതുവഴി പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിന് വേണ്ടി ഇന്നും ഈ ആയുസ്സിൽ നമ്മെ എല്ലാവരെയും അവിടുന്ന് യോഗ്യതയുള്ളവരാക്കി തീർന്നിരിക്കുന്നു. ദൈവത്തിനെ നമുക്ക് സ്തുതി കരയേറ്റാം. കർത്താവിൻ്റെ കുരിശിൽ വണങ്ങിക്കൊണ്ട് ആ കുരിശിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഇപ്രകാരം കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ രക്ഷകനായിരിക്കുന്ന യേശുവേ, അവിടുന്ന് ഞങ്ങൾക്ക് സഹായക്കാരനായിരിക്കണമേ. യേശുവേ, അവിടുന്ന് ഞങ്ങൾക്ക് അഭയസ്ഥാനമായിരിക്കണമേ. യേശുവേ, അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവേ, അവിടുന്ന് ഞങ്ങളെ താങ്ങണമേ. യേശുവേ, ദുഷ്ടനെ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. യേശുവേ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. യേശുവേ, അവിടുന്ന് ന്യായം വിസ്തരിക്കുമ്പോൾ ഞങ്ങളോട് ദയവ് ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആ കുരിശിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയ്ക്കും പാപമോചനത്തിനും തൻ്റെ രാജ്യത്തിനും അവകാശികളായി തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന അനുഗ്രഹീത അവസ്ഥകളെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിലും കുടുംബപരമായിരിക്കുന്ന ജീവിതത്തിലും സമൂഹപരമായിരിക്കുന്ന ജീവിതത്തിലും അതെ പ്രദർശിപ്പിക്കുവാൻ, അതിൻ്റെ വാക്താക്കളായി ഭവിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ അനുഗ്രഹീത ശുശ്രൂഷ നിങ്ങളിലേക്ക് നിവർത്തിച്ച് തരുന്നത് JC ന്യൂസിൻ്റെ വാത്സല്യ മക്കളാണ്. അവർ നിവർത്തിക്കുന്ന സേവനങ്ങളെ ശ്ലാഘിക്കുന്നതോടൊപ്പം അതിൻ്റെ പ്രവർത്തകരായിരിക്കുന്ന ആ കുഞ്ഞുങ്ങളെ ദൈവം നിർപടിയായി അനുഗ്രഹിക്കട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.